ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ ഇന്ന് ഏകദേശം 12 തവണയെങ്കിലും ഈശ്വർ മൽപെ ഡൈവിംഗ് നടത്തിയിട്ടുണ്ടാവും. അതിൽ കൂടുതൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നേവിയുടെ സംഘവും ഇന്ന് ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തി. ഇന്ന് ഒഴുക്ക് കുറവായിരുന്നു, പക്ഷെ ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ എന്താണ് തടസ്സം എന്നാണ് താങ്കൾക്ക് പറയുവാൻ കഴിയുന്നത്? കഴിഞ്ഞ ഒരു മാസത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് ഓരോ ദിവസവും ഒരവസാനമുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. ആ പ്രതീക്ഷ ഇടക്ക് വെച്ച് മുറിഞ്ഞു. വീണ്ടും ഇത് ആരംഭിച്ചപ്പോൾ മറ്റൊരു പ്രതീക്ഷയുമായിട്ടാണ് ഈ നാടും ആ കുടുംബവും കാത്തിരിക്കുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നലെ തുടങ്ങാനിരുന്ന ആ തിരച്ചിൽ തുടങ്ങുന്നതിലെടുത്ത വീഴ്ചകളെല്ലാം നമ്മൾ നേരി കണ്ടതാണ്. ഇന്നും അതിരാവിലെ തന്നെ ഈശ്വർ മൽപെ എല്ലാ തയ്യാറെടുപ്പോടും കൂടി വന്നപ്പോഴും തുടങ്ങാനുണ്ടായ ആ സാങ്കേതിക തടസ്സങ്ങൾ എന്തെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ നാളെ സ്വാതന്ത്ര്യദിനത്തിന് ഒഴിവ് കൊടുത്തിരിക്കുകയാണ്. മറ്റന്നാൾ തുടങ്ങുമെന്ന് പറയുന്നു. തുടങ്ങിയാൽ കാണാമെന്ന രീതിയിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഓരോ ദിവസവും ഇവരുടെ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോൾ എല്ലാം എന്തോ ഒരു നിസ്സംഗത ഭാവത്തോടു കൂടിയാണ് ഈ തിരച്ചിൽ സംഘത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിൽ വരുന്നത്. എന്തായാലും ആ ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ചു നേരത്തെ തിരച്ചിലാണെങ്കിൽ പോലും പ്രതീക്ഷയുടെ കുറച്ച് കണികകൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അത് ഈശ്വർ മൽപെയുടെ വാക്കുകളിലും ആ അവസാനം കണ്ടുകിട്ടിയിരിക്കുന്ന കയർത്തുമ്പിൽ നിന്ന് അതിനടിയിൽ കിടക്കുന്ന മരങ്ങൾ മാറ്റിയാൽ എനിക്ക് വണ്ടി കണ്ടെത്താൻ കഴിയുമെന്നത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് നൽകുന്നത്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ വീണ്ടും കാത്തിരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ശരി, കേണൽ